അപ്പൊ ഇതിനപ്പുറത്തേക്കൊരു ഒരു ഒരു പാർട്ടി, ഒരു മൂന്നാം ഫ്രണ്ടിനുള്ള സ്പേസ്, ഇടം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ അത് ഉയർന്നു വരുന്നു അപ്പോഴൊക്കെ തടയിടാൻ ഇരുവിഭാഗങ്ങളും ചേർന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഏതെങ്കിലും എതിർ കക്ഷികളെപ്പെട്ടവരെ, വിജയസാധ്യതയുള്ളവരെ സഹായിക്കുന്ന നിലപാടുകൾ UDF-ഉം LDF-ഉം കൈക്കൊണ്ടിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരള ജനതയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആ രാഷ്ട്രീയത്തിന്റെ ഭൂമിക മാറുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇതുവരെ ഉള്ളത് ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ആയിട്ടുള്ള കോൺഗ്രസ് എന്നായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെ എല്ലാവരും മറ്റൊരു പക്ഷവും കൂടി ഉദയം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിലയിരുത്തൽ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ താമര വിരിഞ്ഞ മണ്ഡലവും അവിടെ നിന്ന് പ്രതിനിധി ആയ ആളെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വോട്ടുകൾ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, കാരണം ഇടതുപക്ഷ വലതുപക്ഷ കോൺഗ്രസ് കേന്ദ്രീകൃതമായ ന്യൂനപക്ഷ വോട്ടുകളെ പോലും അടർത്തി മാറ്റിക്കൊണ്ടുപോയുള്ളൊരു വിജയമാണ് സുരേഷ് ഗോപിക്ക് വലിയ തരത്തിൽ അവിടെ ഉണ്ടായത്. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായിരുന്നെങ്കിൽ ഈ വാദത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. ആ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അതിന് കോൺഗ്രസിന്റെ വോട്ടാണോ പോയത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണോ പോയത് എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം എല്ലാ വിഭാഗങ്ങളുടെ വോട്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ BJPക്ക് ഒരു പൊതുവെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് കഴിഞ്ഞ 5-6 വർഷങ്ങളായി നിരന്തരമായി ആ മണ്ഡലത്തെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ തികഞ്ഞ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ, ഒരുപക്ഷെ ഭാരത അരി ആദ്യം വിറ്റത് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ചിന്തകൾ നിറച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതൊരു നിസ്സാരമായ വിജയമായി കണക്കാക്കുന്നില്ല. ഒപ്പം അദ്ദേഹത്തിനൊരു വലിയ വെല്ലുവിളിയുണ്ട്. എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് താമര വിരിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് കേവല ഭൂരിപക്ഷം കൂടി ശക്തമായൊരു ഭരണമാണ് വരുന്നതെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും അതുവഴി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും വിശ്വസിച്ചിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോയ ഒരു കാര്യമാണ് തൃശ്ശൂരിന്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന്. അപ്പൊ അത് BJPയെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്. എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ച എന്നതിന് ഒരു കാരണമായി മാറിയേക്കാം ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഏതെങ്കിലും കാരണവശാൽ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയെ നിറവേറ്റാനായില്ല എങ്കിൽ ഒരുപക്ഷെ വളർന്നു വന്ന താമര തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയാം. കണ്ടൊടിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വോട്ടിംഗ് വിഹിതത്തിൽ തുടർച്ചയായി വർധനവ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നിട്ടും സീറ്റുകൾ നേടാനായില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് മാത്രം കൊണ്ട് സീറ്റ് പിടിക്കാം എന്ന് കരുതിയാൽ അതത്ര എളുപ്പം പറ്റില്ല എന്നുള്ളതാണ്. പറ്റും, തീർച്ചയായിട്ടും അങ്ങനെ മാത്രമാണ് ഒരു കെട്ടുറപ്പുള്ള പാർട്ടി ഉണ്ടായി വരുന്നത്. അതിന് കുറച്ചുകൂടി സമയം BJP കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് BJPക്ക് ഒരു വളർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തിന് മുഴുവനായിട്ടുള്ള വോട്ട് വിഹിതത്തിലൊക്കെ ചിലയിടത്ത് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ പ്രത്യേകമായി പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിലും BJPക്ക് മെച്ചം വന്ന പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വോട്ട് ചോർച്ച 2 പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ വോട്ട് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്, പുതിയ വോട്ടുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ വോട്ടുകൾ എങ്ങോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല ആരും. അപ്പൊ പുതിയ വോട്ടുകൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള വോട്ടുകൾ മാത്രമല്ല യുവജനങ്ങൾ, അതാണ് ഞാൻ പുതിയ വോട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാന കാരണം. മേജർ ചങ്ക് അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ആ പ്രദേശത്തെ യുവജനങ്ങളാണ്, ആദ്യം വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ആ യുവജനതയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് വിലയിരുത്തുമ്പോഴാണ് ഏത് പ്രസ്ഥാനത്തിലേക്കാണ് ഒരു ദീർഘകാല ദൃഷ്ടിയോടെ യുവജനങ്ങൾ കണ്ണോടിക്കുന്നത്, താല്പര്യം കാണിക്കുന്നത് എന്നതിനുള്ള ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ചുമതല അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് നിർണായകമാണ്. മറ്റൊരു കാര്യം, ഇത് പൊതുവെ ഉയർത്തുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു നില വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമോ, അത് നിയമസഭയിൽ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം
UDF തൂത്തുവാരി ലോക്സഭയിൽ പോയപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരല്പ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. അത് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇടതുപക്ഷ സർക്കാരിന് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോക്സഭ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും രണ്ടായി കാണണം. പക്ഷേ എന്നിരുന്നാലും BJPക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും. ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ വരുമ്പോൾ 11 നിയമസഭാ സ്ഥാനങ്ങളിലും 8 നിയമസഭാ സ്ഥാപനങ്ങളിലും 1ഉം 2ഉം സ്ഥാനത്തായി BJP വരികയാണ്. 11 എടുത്ത് 1ാം സ്ഥാനവും 8 എടുത്ത് 2ാം സ്ഥാനമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം കുറഞ്ഞ പക്ഷം ഒരു 10 സീറ്റെങ്കിലും കിട്ടണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. പക്ഷെ അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എങ്കിലും ചില സീറ്റുകൾ നേടാനുള്ള ഒരു അവസരം BJPക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് നേടാനാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് സാധ്യത വ്യത്യാസമാകുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വലിയ ഒരു അളവിൽ മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാം, ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല. ഇപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് BJP എന്നതിൽ ഉപരി ചില ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അതെല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തും സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് അദ്ദേഹത്തിന് പല വോട്ടുകളും ഉറപ്പുവരുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ കണ്ട കാർട്ടൂണുകൾ ഉണ്ടല്ലോ, താങ്ക്സ് പ്രതാപൻ എന്നാണ് ആദ്യം കാർട്ടൂൺ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഘടകമായിട്ട് തന്നെ വരും. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ചോർന്നിട്ടുണ്ട്. അപ്പൊ അത് അവസാനമായി തൃശ്ശൂർ പൂരത്തിൽ അടക്കം സംഭവിച്ചത്. അതെ, പത്മജ വേണുഗോപാൽ പറഞ്ഞത്, പിന്നെ ചതിയന്മാരെ കാണണമെങ്കിൽ KPCC ഓഫീസിലേക്ക് ചെല്ലൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഉള്ള ജില്ലാ ആസ്ഥാനത്തേക്ക് ചെല്ലൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം കാണിക്കുന്നത് BJPക്ക് പടിപടിയായി വളർച്ച ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും വന്ന് എത്തിയെങ്കിൽ മാത്രമേ ആ വോട്ട് വിഹിതം കൊണ്ട് ഗുണമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അതായത് നമ്മളിപ്പം പരന്ന ഒരു ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം കൂടി കിട്ടുന്ന ഒരു വോട്ട് കിട്ടി വരുമ്പോൾ ആ വോട്ടുകൾ ഏറെക്കുറെ സ്പ്ലിറ്റഡ് ആണ്, അല്ലെങ്കിൽ വിഭജിച്ചു പോകുന്ന വോട്ടുകളാണ്. കുറച്ച് കോൺഗ്രസിന് പോകും, കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകും. പക്ഷെ മൈനോറിറ്റി വോട്ടുകൾ അങ്ങനല്ല. മൈനോറിറ്റി വോട്ടുകൾ പലപ്പോഴും കേന്ദ്രീകൃതമായിട്ട് വരുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഒരു കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട ഒരു വോട്ടാണ്. അത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ 2ാം വർഷം തുടരാൻ സഹായിച്ച വലിയൊരു ഘടകമായിരുന്നു അതൊന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചോദിച്ചതുപോലെ 11 സീറ്റും 8 സീറ്റിലും ഒക്കെ 1-2 സ്ഥാനങ്ങൾ പുലർത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെങ്കിൽ നന്നായി പണിയെടുക്കേണ്ടി വരും, നന്നായി ഉയർക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ആ സ്വപ്നം അധികം വിദൂരമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഒരു 10 വർഷത്തിന്റെ 5 വർഷത്തിന്റെ ഗ്യാപ്പ് വേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി ഒരുപക്ഷെ അതിനുള്ളിൽ ജനങ്ങളെ ആ വിശ്വാസ്യത കയ്യിലെടുക്കത്തക്ക വണ്ണം സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കുവാനും നല്ല സ്ഥാനാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും നല്ല അജണ്ട കൊടുക്കുവാനും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ മറിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല സ്ഥാനാർത്ഥിക്ക് വലിയൊരു പങ്കുണ്ട്. നല്ല സ്ഥാനാർത്ഥി പങ്കുണ്ടെന്ന് പറയാൻ കാരണം, ശോഭാ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം, ഞാൻ നല്ലത് എന്ന് പറയുന്ന അർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ മത്സരിച്ച എല്ലായിടത്തും പോയി ഉഴുതു മറിച്ച് വോട്ട് വർധനം ഉണ്ടാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത്. അതേപക്ഷം ചില സ്ഥാനാർത്ഥികൾ പോകുന്നിടത്തൊക്കെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരുപക്ഷെ BJP കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് പറയാതെ വയ്യ. അത് സ്വയം വിമർശനാത്മകമായി BJP പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ സംഘടനാ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും വളരെ അതിന്റെ എന്താ പറയുക, വോട്ട് ബേസിലേക്ക്, എല്ലാ വോട്ട് ബേസിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ BJPയുടെ സ്വപ്നം അതിവിദൂരമല്ല എന്ന് പറഞ്ഞത്. അതിനുള്ള സാധ്യത കേരളത്തിലുണ്ട്. ഇപ്പോൾ പഴയ BJP അല്ല എന്ന് പറഞ്ഞതുപോലെ BJPക്ക് തീർച്ചയായിട്ടും വലിയ ഇംപ്രൂവുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇപ്പൊ കൈവന്നിട്ടുണ്ട്.